ഇപ്പം സുബൈക്ക് പള്ളിക്ക് പോയിക്കാണ് കേട്ടോ കാക്ക. ഞാൻ കാക്കാനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് നടക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇത് ഞായറാഴ്ച ദിവസത്തെ വീഡിയോ ഉണ്ട്. അപ്പോൾ ഒരുപാട് വണ്ടികളൊക്കെ അവിടെ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. 6 മണിക്ക് ശേഷം തോന്നുന്നുണ്ട് കയറ്റി വിടുക. അപ്പോൾ ചുരം കയറാൻ വേണ്ടിയിട്ടുള്ള വണ്ടികളൊക്കെ വന്ന് ഒരുപാട് ആൾക്കാർ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞായറാഴ്ച ആയതുകൊണ്ട് ഈ ഒരു ചിപ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് പഴുത്ത പഴം കൊണ്ടുണ്ടാക്കുന്ന ചിപ്സ് എനിക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഈ ഒരു ചായയിൽ ഞാൻ ഏലക്കായും പിന്നെ കുറച്ച് ഇഞ്ചി ചതച്ചിട്ടിട്ടാണ് കേട്ടോ ആ ചായ ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാൻ ആദ്യമൊക്കെ നമ്മളിങ്ങനെ കട്ടൻ ചായ ഉണ്ടാക്കിയിട്ട് അതിന് ശേഷം ഇങ്ങനെ പാലിൽ കൂട്ടില്ലായിരുന്നു. പിന്നെ കുറച്ച് വെള്ളവും കുറേ പാലൊക്കെ ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു രീതിയൊക്കെ മനസ്സിലായപ്പോൾ ആദ്യമൊന്നും അത് കട്ടി കൂടുതലായിട്ട് വലിയ ഇഷ്ടം ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അങ്ങനെ ഇടയ്ക്കൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കലുണ്ട്. പക്ഷേ ഏലക്കായ ഇടാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ മറന്നു പോകലുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നാൾ ഞാൻ വീഡിയോ ചെയ്തിരുന്നല്ലോ ഏലക്കായൊക്കെ ഇട്ടിട്ട് ചായ ഉണ്ടാക്കണം. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരി പറഞ്ഞതാണ് ഇങ്ങനെ ഇഞ്ചി ഇട്ടിട്ട് ഉണ്ടാക്കുന്നു. അപ്പോൾ വീഡിയോ കണ്ടിട്ടൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ടേസ്റ്റ് അറിയില്ലല്ലോ വെച്ചിട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഇഞ്ചി ഇട്ടിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. ഈ ഒരു പഴം ഉണ്ടല്ലോ ഇത് ഞാൻ കഴിച്ചിട്ടില്ല കാരണം അപ്പോൾ എനിക്ക് കാക്ക കൊണ്ടുവന്നതാണ് കേട്ടോ. ഞാനത് കഴിക്കാറിഞ്ഞാൽ എൻ്റെ അനിയത്തികളൊക്കെ പറഞ്ഞു അത് വലിയ ടേസ്റ്റൊന്നും ഇല്ലയെന്ന്. അതുകൊണ്ട് ഞാനത് വാങ്ങിച്ചിട്ടില്ല തോന്നുന്നു. പിന്നെ കാക്ക ഒരു ദിവസം ഞങ്ങൾ ഫസ്റ്റത്തെ വിരുന്ന് പോയപ്പോൾ കാക്ക 2 അങ്ങനത്തെ വാങ്ങിച്ചിരുന്നു കേട്ടോ. അന്ന് ഞാൻ അവിടുന്ന് അത് കഴിച്ച് നോക്കാൻ മറന്നു പോരും ചെയ്തു. അപ്പോൾ ഞാൻ കാക്കാനോട് കഴിച്ചിട്ടില്ല എന്ന് നാൾ പറഞ്ഞിരുന്നു. അപ്പോൾ കാക്ക കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ തേങ്ങ ചിരവാൻ മടിയോ അല്ലെങ്കിൽ വയ്യാത്തൊക്കെ സമയത്ത് നമുക്ക് കാക്കാൻ്റെ ഒരു കഷ്ണം പുട്ട് എനിക്കൊരു പുട്ടുണ്ടാക്കിയതോ കേട്ടോ അത്. അപ്പോൾ അതേപോലെ അവലിട്ടിട്ടും നമുക്ക് പുട്ടൊക്കെ ഉണ്ടാക്കാം. ഇന്നാൾ കാഞ്ഞിരത്ത് പോയപ്പോൾ ഞങ്ങൾ അമ്പകുന്ന് വഴിയാണ് കേട്ടോ തിരിച്ചു പോകുന്നത്. അപ്പം അടുത്തൊരു വീഡിയോ ആണ്. അമ്പകുന്നത്തേക്ക് ഇടയ്ക്കൊക്കെ ഞങ്ങൾ ഇങ്ങനെ വരും കേട്ടോ. ഇനിയിപ്പോൾ എൻ്റെ കുട്ടിക്കാലം മുതലേ ഞങ്ങൾ ഇടയ്ക്കൊക്കെ വരലുണ്ട്. എപ്പോഴും അല്ലെങ്കിലും എപ്പോഴെങ്കിലുമൊക്കെ ഇടയ്ക്കൊക്കെ വരുന്ന സ്ഥലമായിരുന്നു കേട്ടോ. പക്ഷേ നമ്മൾ നീർച്ചയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് രാത്രിക്ക് ഞങ്ങൾ വരലുണ്ടായിരുന്നു കേട്ടോ. അതായത് എൻ്റെ ഉമ്മാൻ്റെ പെരയിൽ നിന്നാണ് വരിക. എൻ്റെ ഉമ്മാൻ്റെ പെരയിൽ ലോറി, ടെമ്പോന്, ജീപ്പ് അങ്ങനത്തെയൊക്കെ സംഭവങ്ങളുണ്ടായിരുന്നു കേട്ടോ എൻ്റെ കുട്ടിക്കാലത്ത്. അപ്പോൾ ഞങ്ങൾ അധികമുള്ള ഒരു നീർച്ചക്കും ഇങ്ങോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ചിലപ്പോൾ ഞങ്ങൾ എടുത്തിട്ട് പോരായിരിക്കും, അതൊന്നും ഞങ്ങൾ ആ സമയത്ത് അങ്ങോട്ട് വിരുന്ന് പോകുക, അതൊന്നും എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല കേട്ടോ. പക്ഷേ ഈ ഒരു നീർച്ച എന്ന് പറഞ്ഞാൽ അത് ഞാനൊരുപാട് എൻ്റെ കുട്ടിക്കാലത്ത് വന്നൊരു സംഭവമാണ് കേട്ടോ. രാത്രിക്ക് അത് അവിടുത്തെ പരിപാടികളൊക്കെ പെട്ടി പോണതും യന്ത്രവിനാലും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇങ്ങനെ അന്ന് ചെറുപ്പത്തിൽ കണ്ടൊരു നല്ലൊരു പരിചയം ഉണ്ടായിട്ട് എനിക്ക് വരണമെന്ന് എപ്പോഴും ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ ഒന്ന് നീർച്ചയ്ക്ക്. പക്ഷേ വരാൻ പിന്നെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്രാവശ്യത്തെ ഒരു നീർച്ചയ്ക്ക് ഞാനും കാക്കയും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്ന് നമുക്ക് വീഡിയോയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹം കൂടി എനിക്കുണ്ടായിരുന്നു കേട്ടോ. രാത്രി പറഞ്ഞാൽ ഞങ്ങളൊരു ബാങ്ക് കൊടുക്കുന്ന സമയമായപ്പോഴത്തേന് പോയി വന്നു കേട്ടോ. മഹരിബിക്ക്